ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ചില വാചകങ്ങൾ, ഒന്നാമത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് പാപങ്ങളുടെ നിന്ദ്യതയും അതിൻ്റെ മ്ലേച്ഛതയെക്കുറിച്ചുമുള്ള അറിവാണ്. ഒരാൾ പലിശക്ക് പണമെടുക്കുന്നുവെങ്കിൽ ഈ ഇടപാട് ഞാൻ നടത്തിയാൽ ഇതുകൊണ്ടുള്ള ദൂഷ്യം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരിക്കലും ആ മനുഷ്യൻ എന്താവില്ല, ആ തിന്മയിലേക്ക് പോകൂല. വ്യഭിചാരം കൊണ്ടുള്ള അതിൻ്റെ മ്ലേച്ഛതയും അത് വൃത്തികെട്ടതാണെന്നും അതുകൊണ്ടുള്ള നഷ്ടം ഇഹലോകത്തും പരലോകത്തും നമുക്ക് വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താവില്ല, ആ തിന്മയിലേക്ക് പോകൂല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്, നിത്യമായി അവർ ജീവിതത്തിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മകളെ സംബന്ധിച്ച് അറിവുള്ളവരാകണം എന്നാണ്. ഇന്ന തെറ്റ് അത് ചെയ്താൽ ഇന്നതാണ് അതിൻ്റെ ഫലം എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചത്. പക്ഷേ പലപ്പോഴും തിന്മകളെ സംബന്ധിച്ചൊരു ലാഘവ ചിന്തയാണ് നമുക്ക്. തിന്മകളെ സംബന്ധിച്ചൊരു ലാഘവം, ഒരു തെറ്റ്, അതിനോട് അത്ര അങ്ങോട്ട് ഗൗരവം കാണാതെ, പലിശല്ലേ, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പലിശ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല, ഒരു ഹറാമ് കാണലല്ലേ, ഈ മൊബൈലും ഈ സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇപ്പോൾ ഇതിനൊക്കെ വിട്ടു നിൽക്കുക എന്ന കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു ഹവയ്ക്കനുസരിച്ചുള്ള ജീവിതം, സ്വന്തം ദേഹേച്ഛക്കനുസരിച്ചുള്ളൊരു ജീവിതം, അള്ളാഹ് അങ്ങനെയൊക്കെ പറയും, റസൂലുള്ളാഹി അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പം എന്നെ കൊണ്ട് അങ്ങനെ ഒന്നും ജീവിക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന മനുഷ്യന്മാർ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ മുഅ്മിന യറാദൂനഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലി യഖാഫു അൻ യഖഅ അലൈഹി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു വിശ്വാസി തൻ്റെ പാപങ്ങളെ സംബന്ധിച്ച് ആ പാപങ്ങളുടെ മേലവന് എപ്പോഴും പേടിയുള്ള ഭയത്തോടു കൂടി ജീവിക്കുന്നവനായിരിക്കും. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ തിന്മയെ സംബന്ധിച്ചൊരു പേടി, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു തിന്മയിലേക്ക് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്ന സമയത്ത് ഒരു പേടി അവൻ അനുഭവപ്പെടും. എങ്ങനെയുള്ള പേടി? അതൊരു മല പോലെ അവൻ്റെ മുന്നിൽ ഒരു മല പോലെ അവൻ അനുഭവപ്പെടുമെന്നാണ്. ഒരു മല പോലെ അത് ആ തിന്മയെ അവൻ കാണും, അതൊരു ഭാരമായി, അത് ചെയ്താൽ എൻ്റെ ജീവിതം പാഴായി പോകുമെന്ന ചിന്തയോടെ അവൻ അതിനെ കണ്ടുമുട്ടും. ഏതൊരു പാപത്തെയും നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. മാത്രമല്ല, ഇന്നൽ ഫാജിറ, ഒരു ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫാസിഖനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റു ചെയ്യാൻ അവന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. യറാദൂനഹു കദുബാബിൻ മർറ അലാ അൻഫിഹി. നോക്കൂ നിങ്ങൾ, അവൻ്റെ മൂക്കിൻ്റെ താഴെങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ഒരു ചെറിയ പാറ്റ അല്ലെങ്കിൽ ഒരു ചെറിയ ഈച്ചയെ, ആ ഈച്ചയെ തട്ടുന്ന ലാഘവത്തോടു കൂടിയായിരിക്കും അവൻ തിന്മയെ കാണുക. ഒരു ഫാജിറായ, ഒരു തോന്നിവാസിയായ മനുഷ്യൻ, ഒരു കാഫിറായ മനുഷ്യൻ, അവൻ തിന്മയെ എങ്ങനെ കാണുക? ഒരു ഈച്ചൻ എങ്ങനെ തട്ടുന്ന രൂപത്തിലുള്ളൊരു ഒരു ലാഘവം. അത്ര തിന്മയിലേക്ക് ലയിച്ചു പോകുന്ന മനുഷ്യന്മാരുണ്ട്, അത്ര തിന്മയോട് അത്രയങ്ങ് ആഴത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഉണ്ടാവരുത്. ഏതൊരു തിന്മക്കും അതിൻ്റെതായ ഗൗരവമുണ്ട്. ആ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ്. നോക്കൂ നിങ്ങൾ, ആ അറിവും ആ ചിന്തയും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ രണ്ടാമത്തത്, റബ്ബിനെക്കുറിച്ചുള്ള ഭയം നമ്മുടെ കൽബിൽ ഉണ്ടാകലാണ്. ഒരു ഖൗഫ്, ഒരു പേടി നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാചകം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തെ ഭയപ്പെടുന്നുവെങ്കിൽ, ആ യൗമുൽ ഹിസാബിനെ, വിചാരണയുടെ ദിവസത്തെ ആരെങ്കിലും പേടിക്കുന്നുവെങ്കിൽ, അതേപോലെ തന്നെ വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം ഹവക്കനുസരിച്ചല്ലാതെ അള്ളാഹിനെ പേടിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം തന്നെയാണ് അവൻ്റെ സങ്കേതം. അള്ളാഹിനെ ഭയന്ന് ഒരു മൊബൈൽ എടുത്ത് ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ഒരു തോന്നിവാസം ആസ്വദിക്കുമ്പോൾ, പടച്ചോനെ എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ, സഹോദരങ്ങളെ, ആ ചിന്തയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മുടെ ഖൽബിന് പ്രചോദനമാകേണ്ടത് ഖൗഫുള്ളയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്. ആ ഭയം,
ആ ഭയം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുന്ന വാചകങ്ങൾ കാണാം. ഹസനുൽ ബസരി പറയാണ്, ഒരു വിശ്വാസി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും ഭയത്തോടു കൂടിയായിരിക്കും. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും എനിക്കൊരു പേടിയായിരിക്കും. എന്താ പേടി? എൻ്റെ റബ്ബ് ഇത് സ്വീകരിക്കാതെ പോകുമോ, എൻ്റെ റബ്ബ് ഇതിലെന്തെങ്കിലും വീഴ്ച പറ്റുമോ എന്നൊരു ഭയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഒരു തോന്നിവാസം ചെയ്യുന്ന, വൃത്തികേടുകൾ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പാപം ചെയ്യുമ്പോൾ പോലും അവൻ നിർഭയനായിരിക്കും, ഒരു പേടി ഉണ്ടാവില്ല. തെറ്റ് ചെയ്യുമ്പോൾ പോലും പേടിക്കാത്ത മനുഷ്യന്മാർ. വിശ്വാസിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ? ഒന്ന് നന്മ ചെയ്യുമ്പോൾ പോലും എനിക്ക് പേടിയായിരിക്കുന്നതാണ് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ വിശദീകരിക്കുന്ന വാചകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, പരലോകത്തെക്കുറിച്ചുള്ള ഒരു ഭയം നമ്മുടെ കൽബിലേക്ക് വരിക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ, ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ. നിങ്ങൾ ആഹ്ലാദങ്ങളും നിങ്ങളെ ആടിത്തിമർക്കലുകളൊക്കെ ഈ ഭൂമിയിൽ നിങ്ങൾ നിർവഹിക്കുമായിരുന്നില്ല. വലബഖൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു അള്ളാഹിനെക്കുറിച്ച് ഓർത്ത്, നരകത്തെക്കുറിച്ച് ഓർത്ത്. ആ ഭയം നിങ്ങളുടെ കൽബിനെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അദാബുകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാൻ. അതുകൊണ്ട് അള്ളാഹിനെ പേടി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു ഭയം നമ്മുടെ കൽബിലുണ്ടാകുക. മൂന്നാമത്തെ വിഷയം സഹോദരങ്ങളെ, റബ്ബിനെ തൊട്ടുള്ള ലജ്ജ നമ്മുടെ മനസ്സിൽ, ഒരു ലജ്ജയുണ്ടാവണം. നമ്മൾ ലജ്ജ എന്ന വാക്ക് സഹോദരങ്ങളെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ലജ്ജിക്കുന്ന ആളുകളാകുക. ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ മനുഷ്യൻ, മുതിർന്ന മനുഷ്യൻ കണ്ടാലിപ്പോൾ എന്താ കരുതാന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്നുണ്ടല്ലോ. ആ തോന്നൽ അള്ളാഹിനെക്കുറിച്ചുള്ള വിഷയത്തിൽ നമുക്കുണ്ടാവണം. ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ റബ്ബ്, ഓനിപ്പം എന്താ എന്നെ പറ്റി കരുതുക, എൻ്റെ റബ്ബ് ഇപ്പം എന്താ എന്നെ സംബന്ധിച്ച് വിചാരിക്കുക എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കെവിടെ സഹോദരങ്ങളെ പിഴവ് പറ്റുക, നമുക്കെവിടെ തെറ്റ് പറ്റുക? മഹാനായ സഈദ് ഇബ്നു യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ഖാല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, ഔസിനി, അല്ലാഹുവിൻ്റെ റസൂലെ എനിക്കൊരു വസിയത്ത് നൽകണം, ഒരു ഉപദേശം, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഔസീക അൻ തസ്തഹിയ അല്ലാഹ അസ്സ വജല്ല, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു വസിയത്ത് നൽകാൻ. എന്താ വസിയത്ത്? അൻ തസ്തഹിയ അല്ലാഹ അസ്സ വജല്ല. എന്താ വസിയത്ത്? അള്ളാഹിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, നീ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹ് കാണുന്നതിൽ ഒരു ലജ്ജ നിനക്കുണ്ടാവുക. ഒരു തെറ്റ് ചെയ്യുമ്പോൾ പടച്ചോൻ കാണുമല്ലോ എന്നുള്ളൊരു ലജ്ജ നിൻ്റെ മനസ്സിലുണ്ടാവുക. കമാ തസ്തഹിയ റജുലൻ സ്വാലിഹൻ മിൻ ഖൗമിക, നിൻ്റെ സമൂഹത്തിലെ ഒരു സ്വാലിഹായ മനുഷ്യൻ കാണാതിരിക്കാൻ നീ എത്ര ശ്രദ്ധ പുലർത്തുന്നു. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ ഒരു സ്വാലിഹായ മനുഷ്യൻ കണ്ടാൽ അയാൾ കണ്ടപ്പോൾ എന്താ കരുതാന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നിനക്കുണ്ടാവലാണ്. റബ്ബിനെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബേജാറ് നിൻ്റെ മനസ്സിലേക്ക് കടന്നു വരലാണ്. ആ ഒരു ലജ്ജ നിനക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഒരു മരണമുണ്ട്, ഒരു പരലോകമുണ്ട്, അള്ളാഹുവിൻ്റെ ഒരു വിചാരണ നമ്മുടെ മുന്നിൽ വരാനുണ്ട് എന്ന കൃത്യമായ വിചാരമാണ്. ആ വിചാരമുണ്ടെങ്കിൽ പാപങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും നമ്മുടെ മുന്നിൽ വിശദീകരിച്ചത്. നാലാമത്തെ വിഷയം സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയേണ്ട, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കലാണ് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എൻ്റെ റബ്ബ് ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? മനുഷ്യന് സ്വാഭാവികമായും ഒരു തെറ്റെന്ന് മാറലെങ്ങനെ? എനിക്ക് നല്ലൊരു വീട് കിട്ടി, നല്ലൊരു ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മണ്ട്, വാപ്പുണ്ട്, അത്യാവശ്യം സമ്പത്തിൻ്റെ കയ്യിലുണ്ട്, ഈ ഭൂമിയിൽ സുഹൃതമായി സന്തോഷത്തോടെ ഒരു സമാധാനമുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിട്ടുണ്ട്. ഈ നൽകിയ റബ്ബിനോട് ഞാൻ നന്ദികേട് കാണിക്കാൻ പാടില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണമെങ്കിൽ അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ആതാക്കും മിൻ കുല്ലി മാ സഅൽതുമൂഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വഇൻ തുഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തതാണ്. എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വിധത്തിൽ അനുഗ്രഹങ്ങളെ വാരിക്കോരി തന്നു റബ്ബ് നമുക്ക്. ആ തന്ന റബ്ബ് ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ഈ അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യന്മാരെന്താ ചെയ്യണത്?
മനുഷ്യന്മാർ ചെയ്യുന്ന പണി എന്താ? ലളൂമുൻ കഫാർ, അവൻ നന്ദികേട് കാണിച്ച് വഴിപിഴച്ചു പോവുകയും അവൻ നന്ദികേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ പടച്ചോൻ തന്നതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവലാണ്, അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, മാറണം. എനിക്ക് എൻ്റെ തിന്മകളൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് കടന്നു വരിക. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ഖൗമിനെ, ഒരു സമുദായത്തെ അല്ലാഹ് മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറ്റത്തിന് തയ്യാറാകാത്തവരെ അല്ലാഹ് ഒരിക്കലും മാറ്റൂല. നമ്മൾ തയ്യാറാവണം. ഈ പലിശയായിട്ട് എനിക്ക് ബന്ധമല്ല, ഹറാമായിട്ട് ഞാൻ പോണില്ല, വ്യഭിചാരത്തിലേക്ക് എൻ്റെ മനസ്സ് പോകില്ല, സിഗരറ്റും ബീഡിയും അതേപോലുള്ള ലഹരി വസ്തുക്കൾ, ഹാൻസും പാൻപരാക്കും, നമ്മുടെ നാട്ടിൽ ഇന്ന് വൃത്തികേടിൻ്റെ ലോകത്ത് സഞ്ചരിക്കുന്ന പല ആളുകളും ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ, ഇതിനോടൊന്നും ഞാൻ അടുക്കില്ല, എൻ്റെ നാവിൽ നിന്നൊരു തോന്നിവാസത്തിൻ്റെ വാക്കിഞ്ഞ് വരൂല എന്നൊരു തീരുമാനമെടുക്കുക. മറ്റുള്ളവൻ്റെ സമ്പത്ത് ഞാൻ കൊള്ളയടിക്കൂല എന്ന് തീരുമാനിക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ അള്ളാൻ്റെ സഹായം ഉണ്ടാവും, അള്ളാൻ്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുക, റബ്ബ് എനിക്ക് ഇത്രയൊക്കെ തന്നില്ലേ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ കടന്നു വരലാണ്. അഞ്ചാമത്തെ വിഷയം സഹോദരങ്ങളെ, പിന്നെ സ്വന്തത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിനോടുള്ള ബാധ്യത വീട്ടലാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പിന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട രൂപത്തിലാണ് അള്ളാഹു ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചത്. ആദമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആദമിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശ്രേഷ്ഠമായ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ടാണ് ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീണിട്ടുള്ളത്, അല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ് തീരുമാനം. ജനിച്ചു വീഴുമ്പോൾ എൻ്റെ കൽബിൽ പാപത്തിൻ്റെ കറകളില്ലാതെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചു വീണതെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ കോടതിയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന കാലത്തോളം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ 60 വയസ്സ് വരെ എനിക്ക് കിട്ടുമ്പോൾ ആ കാലമത്രയും ഞാനൊരു നല്ല വ്യക്തിത്വമായി ജീവിക്കാൻ എനിക്ക് കഴിയണമെന്നാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ വാക്ക്, ഉയർന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ, ഉന്നതമായ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ നല്ല ഫലമുള്ളതും അതേപോലെ തന്നെ കാര്യങ്ങൾ മാത്രം നേടുന്ന ആളുകളായിരിക്കും, ഉപകാരമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോകുന്ന ആളുകളായിരിക്കും. എന്നാൽ ഒരു താഴ്ന്ന ആത്മാവ് എന്ന് പറഞ്ഞാൽ അവൻ താഴ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന തരം താഴ്ന്ന രൂപത്തിലാണോ ജീവിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കാൻ, അതേപോലെ തന്നെ ഒരു മഹത്വമുള്ള ഒരു ആത്മാവാണ്. ആ മഹത്വമുള്ള ഒരു ആത്മാവിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അവൻ അശ്ലീലതകൾ വെറുക്കുന്നവനായിരിക്കും, വൃത്തികേടുകളെ വെറുക്കുക, ഒരു തോന്നിവാസത്തിനോട് ഒരു അറപ്പ് തോന്നുക. ഒരു വിശ്വാസിയുടെ ഒരു പ്രത്യേകത അതാണ്. ഒരു അറപ്പ് എനിക്ക് തോന്നും. പ്രകടമായ വിശ്വാസിയല്ല, കൽബിൽ ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകളോടൊരു അറപ്പ് തോന്നും. എങ്ങനെ എത്രത്തോളം അവൻ ഈച്ചയെപ്പോലെയായിരിക്കുമെന്നാണ്. എന്താ ഈച്ചയുടെ പ്രത്യേകത? ഒരു തോന്നിവാസി ഒരു ഈച്ചയെപ്പോലെ ആയിരിക്കും. ഈച്ചൻ്റെ പ്രത്യേകത എന്താ? ഈച്ച മലീമസമായ പ്രദേശങ്ങളിലൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും, അല്ലേ? ദുർഗന്ധമുള്ളിടത്തും ദുഷിച്ച കാര്യങ്ങളുള്ളിടത്തുമാണ് ഈച്ച ഉണ്ടാവുക. എന്നതുപോലെയാണ് ഒരു അവിശ്വാസി, അവൻ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ അങ്ങനെയാണെന്നാണ്. അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാതിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. അതേപോലെ ആറാമത്തെ വിഷയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെടാത്തതിലേക്ക് പ്രവേശിക്കില്ല, സ്വാഭാവികമാണ്. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയുടെ പ്രത്യേകത തന്നെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ശക്തമായ സ്നേഹം അവൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ അവനുണ്ടാവും. അള്ളാഹിനെ അത്രത്തോളം സ്നേഹിക്കുന്നവനായിരിക്കും, അല്ലേ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവരല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമാണ് അള്ളാഹു വെറുത്തതിലേക്ക് നമ്മൾ പോകില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലേക്ക് നമ്മൾ പോകില്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മൾ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നൊരു വിശ്വാസി വിട്ടുനിൽക്കുക. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, ആവശ്യമില്ലാത്ത എനിക്ക് പോകാനും ഇടപെടാനും പാടില്ലാത്ത മേഖലയിൽ ഞാൻ അടുക്കാതിരിക്കുക, അതിലേക്കണ്ട് പോകാതിരിക്കുക. അതാണ് മാർഗം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ, വിശ്വാസികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ,
അവൻ അനാവശ്യങ്ങൾ സംസാരിക്കാത്തവനാണെന്ന്. അനാവശ്യങ്ങൾ സംസാരിക്കാത്ത, അനാവശ്യങ്ങളിലേക്ക് ജീവിതം നയിക്കാത്ത ആളായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് സൂക്ഷിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്ന വാചകം തന്നെ നമുക്ക് കാണാം. സമയം പാഴാക്കുന്ന ആളുകളുണ്ട്. സമയം പാഴാക്കി വെറുതെ സമയം കളയണ മനുഷ്യന്മാർ അല്ലേ? അതേപോലെ പാപങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ അധികം സമയത്തിൻ്റെ വില മനസ്സിലാക്കൂല. നമുക്കുള്ള അതൊരു കുറ്റമാണ്, അതൊരു പാപമാണ്. സമയം എന്നുള്ളത്, സമയം അനാവശ്യമായി കളയുക എന്നുള്ളത് പാപമാണ്. നമ്മളെ മൊബൈൽ എടുത്തിട്ടുള്ള കളിച്ചിരുന്ന് നേരം കഴിക്കലാകട്ടെ, ഏതെങ്കിലും ക്ലബ്ബുകളിലൊക്കെ ചെന്നിരുന്നിട്ട് സമയം ചെലവിടലാകട്ടെ, വെറുതെ അങ്ങാടിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ സമയം ചെലവിടുന്ന ആളുകളാകട്ടെ, എല്ലാ അർത്ഥത്തിലും നമ്മളെടുത്ത് പരിശോധിക്കണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കാണ് അല്ലാഹു. നോക്കൂ നിങ്ങൾ, ഇദാഅത്തുൽ വഖ്തി, സമയം അനാവശ്യമായി ചെലവഴിക്കുക എന്നത് അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാൾ ശക്തമുള്ളതാണ്, മരണത്തെക്കാൾ ഭീകരമാണ് എന്നാണ്. എന്താ കാരണം? ലിഅന്നൽ മൗത യഖ്തഉക അനിദ് ദുനിയ, മരണം നിന്നെ ദുനിയാവിനെ തൊട്ട് അകറ്റും. മരണം നിന്നെ ദുനിയാവിനെ തൊട്ട് അകറ്റും. എന്നാൽ ഇദാഅത്തുൽ വഖ്തി, സമയം നീ അനാവശ്യമായി കൊന്നു തീർക്കുന്നതോ അത് നിന്നെ അകറ്റുന്നത് തഖ്തഉക അനില്ലാഹി ദാരിൽ ആഖിറ, അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും സമയം തിന്നു തീർക്കുന്ന പ്രവർത്തനം നിന്നെ അകറ്റുന്നതാണ്. വെറുതെ സമയം കളയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് നമ്മളെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? ഒരു ഷോർട്ട് വീഡിയോ കാണാൻ ഒന്ന് നെക്കിയതാണ്, പിന്നെ കണ്ടത് 50ഉം 60ഉം വീഡിയോസാണ്. അത്രയും സെക്കൻഡുകൾ, അത്രയും മിനിറ്റുകൾ അള്ളാഹിനോട് കണക്ക് പറയേണ്ട മിനിറ്റുകളാണ്. ദിക്റുകളിലും ദുആകളിലും ഇബാദത്തുകളിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നിടത്തും പാവപ്പെട്ടവന്റെ വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊരു സഹായമായി നിൽക്കേണ്ട സമയങ്ങളൊക്കെ നമ്മൾ കൊന്നു തീർക്കുക. ഉപ്പാനൊക്കെ പരിചരിക്കേണ്ട സമയങ്ങൾ, അതേപോലെ കുടുംബത്തിന് ഉപകാരപ്പെടേണ്ട സമയങ്ങൾ, സമൂഹത്തിന് ഉപകാരപ്പെടേണ്ട സമയങ്ങൾ ഒക്കെ ഇന്ന് ഇരുന്ന് ആ രൂപത്തിൽ തീർക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കുക സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. 8ാമത്തെ വിഷയം, പാപങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയെടുക്കുക. പാപങ്ങളുടെ അനന്തരഫലം ഏത് വിഷയത്തിലും പാപങ്ങൾ അത് നമുക്ക് ഇഹലോകത്തും പരലോകത്തും അത് നമ്മളെ ബാധിക്കുമെന്നൊരു തിരിച്ചറിവുണ്ടാകലാണ്. 9ാമത്തെ വിഷയം, ജീവിതത്തിൽ ദുനിയാവിൻ്റെ നൈമിഷികതയെക്കുറിച്ചറിയാം. ഈ ദുനിയാവിൽ നമ്മൾ കൂടുതൽ ജീവിക്കൂല, കുറച്ച് കാലം ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഉള്ള കാലം നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ച്, ആ രൂപത്തിൽ അധ്വാനിച്ച് നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്താൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായി മാറുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഇന്നമാ അഖ്ശ അലൈക്കും ഇസ്നൈനി, 2 കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറയാൻ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. ഒന്ന്, തൂലൽ അമൽ, ജീവിതത്തിനോടുള്ള കൊതി, ആർത്തി, കുറേ കാലം ജീവിക്കണം എന്നുള്ളൊരു കൊതി ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു കൊതി നിങ്ങൾക്ക് വരുന്നതിന് ഞാൻ പേടിക്കുന്നു. 2ാമത്തത് ദേഹേച്ഛ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്വന്തം കാര്യത്തിനെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചു പോവുക, സ്വന്തം ഹവക്കനുസരിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള 2 കാര്യങ്ങളെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി സമയം കൊല്ലാതെ ജീവിതത്തിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പാപങ്ങളിൽ വിട്ടുനിൽക്കാൻ നമ്മുടെ മനസ്സിന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന 10 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിൽ 9 എണ്ണത്തിന് കൂടുതൽ വിവരിക്കാതെയാണ് വിശദീകരിച്ചത്. 10ാമത്തെ വിഷയം, ദൃഢമായ വിശ്വാസം ജീവിതത്തിൽ ഉണ്ടാകണം, ശക്തമായ ഈമാൻ. അത് ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യൻ്റെ കൽബ് മാറിപ്പോകില്ല. വിശ്വാസത്തിൽ
പാളിച്ചകളുണ്ടോ, അബദ്ധങ്ങളുണ്ടോ, അപാകതകളുണ്ടോ, സ്വാഭാവികമായും തിന്മകളോട് നമുക്കൊരു ലാഘവത്വം നമ്മുടെ മനസ്സിൽ തോന്നും. ഈമാൻ കുറഞ്ഞാൽ തിന്മകളോട് ലാഘവത്വം തോന്നും. അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒരു നല്ല വാക്കിനെ ഉപമിച്ചതിന് പരിശുദ്ധ ഖുർആൻ ഉപമിച്ചത് മസലു കലിമത്തിൻ ത്വയ്യിബ, ഒരു ത്വയ്യിബായ വാക്ക് കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷത്തിൻ്റെ ഉപമയാണ്. ഒരു നല്ല വൃക്ഷത്തിൻ്റെ ഉപമയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിമിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന വാക്ക്. സൂറത്തുൽ ഇബ്രാഹിമിലെ 64-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കാൻ, ഒരു നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ അത് കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. ഒരു നല്ല വൃക്ഷം എന്താ അതിൻ്റെ പ്രത്യേകത? അത് ആഴങ്ങളിലേക്ക് വേരുകൾ ഇറങ്ങിച്ചെന്ന് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഉപമ റബ്ബ് പഠിപ്പിച്ചു. ഏത് സമയത്തും ആടി ഉലയാതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഉപമ. എന്നാൽ ആ ഉപമ പോലെയാണ് ഒരു ഈമാൻ ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഒരു നല്ല വാക്ക് പറയുന്നത് പോലെ ഖൽബിൻ്റെ ഉള്ളിൽ പതറാത്ത ഈമാനിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷിക്കുക. അതേപോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ച സമയം, അദ്ദേഹം ഒരു തിന്മയിലേക്ക് ക്ഷണിക്കപ്പെട്ട സമയം ചരിത്രത്തിൽ നമ്മൾ വായിച്ചത്. ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നല്ല കുലീനതയുള്ള, തറവാടിത്തമുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണ് ക്ഷണിക്കുമ്പോൾ, പിടിച്ചു വലിക്കുമ്പോൾ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അദ്ദേഹം തുരങ്കലടച്ച സമയം, ജയിലിലടച്ച സമയം, തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി അദ്ദേഹം ജയിലിലടച്ച സന്ദർഭങ്ങൾ, ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചതാണ് ഖാല റബ്ബി റബ്ബിസ്സിജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, ഈ പെണ്ണുങ്ങൾ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നത്, അതിലേക്ക് ഞാൻ പോകുന്നതിനേക്കാൾ എനിക്കേറ്റവും ഇഷ്ടം ഈ കൽത്തുരുങ്കാണ്. എന്നെ ജയിലിലടക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, നോക്കൂ നിങ്ങൾ, ഇല്ലാ തസ്രിഫു അന്നീ കൈദഹുന്ന, അല്ലാഹുവേ, അവർ ക്ഷണിക്കുന്നതിൽ നിന്ന്, അവരെന്നെ പിടിച്ചു വലിക്കുന്നതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ ആ പാപത്തിലേക്ക്, അതിലേക്ക് ഞാൻ ചാഞ്ഞു പോകും റബ്ബേ, ആ തെറ്റിലേക്ക് ഞാൻ ചാഞ്ഞു പോകും. ഏതൊരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സ് പ്രേരിപ്പിക്കുമ്പോഴും നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ദുആകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, അവരെന്നെ തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ തിന്മയിലേക്ക് ഞാൻ പോകുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്നെ ജയിലിലടക്കലാണ് റബ്ബേ. അതുകൊണ്ട് റബ്ബേ, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ ആ തിന്മയിലേക്ക് തന്നെ പോകും റബ്ബേ, ഞാനതിലേക്ക് ചാഞ്ഞു പോകും. ഞാനൊരു മനുഷ്യനാണ്, ഞാനതിലേക്ക് ചാഞ്ഞു പോകും. അതുകൊണ്ട് വാക്കും മിനൽ ജാഹിലീൻ, അങ്ങനെ ചാഞ്ഞു പോയാൽ ഞാൻ വിവരമില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായി പോകും റബ്ബേ. വിവരമില്ലാത്തൊരു വിഡ്ഢിത്തം പ്രചരിപ്പിക്കുന്ന അതിൻ്റെ ആളുകളുടെ കൂട്ടത്തിലായി ഞാൻ മാറിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു പടച്ചോനെ. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്കതിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ദുആ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ദൃഢവിശ്വാസമുള്ള ആളുകളായി മാറി പരിപൂർണമായി പാപങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ആ സന്ദർഭങ്ങളിലൊക്കെ ആ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, ഒരു തിന്മയുടെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു